ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു സൺഡേ ഒക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറക്കാതെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ വീണ്ടും ഒരു സൺഡേ ആയിട്ടോ. ഞങ്ങൾക്ക് സൺഡേ ആണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ലീവുള്ള ദിവസം. അന്നാണ് ഞങ്ങൾ ഒന്ന് പുറത്ത് പോവുക. അപ്പോൾ സൺഡേ കാരണം അച്ഛൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അഗി നമുക്കൊരു കാര്യം ചെയ്താലോ, അമ്മമ്മയെ കാണാൻ പോവാം, അമ്മമ്മയെ കുറേ ആയി നമ്മളെ വിളിക്കണോ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ അമ്മ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മമ്മയെ കാണാൻ പോയതാണ് കേട്ടോ. പിന്നെ അമ്മമ്മയാണെങ്കിൽ പറഞ്ഞു, എന്നാൽ വാ മക്കളെ നമുക്ക് വായോ, ഒന്ന് ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ എത്തി. രാവിലെ അങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവിടെ മാമയുടെ വീടുണ്ട്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, എന്നാൽ അവരെ വിളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ നമുക്കും അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലെ നായക്കുട്ടിയാണ് കേട്ടോ. അത് കുട്ടാപ്പി എന്നാണ് പേര്. കുട്ടു എന്നാണ് വിളിക്കുക. കുട്ടു വഴി കാണിച്ചു തരാം നമുക്ക്. കുട്ടുവിന് അറിയാം എവിടേക്കാണ് പോകണേന്നൊക്കെ. നമുക്ക് ഓൾറെഡി വഴി അറിയാം. അവൻ നമ്മുടെ അവിടെ വന്നതാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് മാവയുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടു നമ്മളെ വിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ യാദുക്കുട്ടിൻ്റെ അടുത്ത് നമ്മൾ പറയാണ് ഹായ് പറയാൻ പറയുമ്പോൾ യാദുക്കുട്ടി ഹായ് പറയുന്നുണ്ട്. ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോൾ ക്ലാപ്പ് ചെയ്ത് തരുന്നുണ്ട്. അച്ഛനെ വിളിക്കാൻ പറയാം, മാമനെ ഹലോ പറയുമ്പോൾ ഹലോ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീടിൻ്റെ ഫ്രണ്ടിൽ കുട്ടുവാപ്പി നമ്മളെ എത്തിച്ചിട്ടുണ്ട്. കുട്ടു അമ്മ അങ്ങോട്ട് വരുന്നില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പൂച്ചയൊക്കെ ഉണ്ടല്ലോ. ഹായ് അമ്മായി. ഹായ് ഷിതു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെ ഉള്ളിലൊക്കെ കയറി കുറച്ച് നേരം അവിടെയൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ യാദുക്കുട്ടനാണെങ്കിൽ പോയറിനെ ഫസ്റ്റ് ഷോക്കേസ് നോക്കി. ഷോക്കേസിൽ നോക്കിയിട്ട് ഓരോ ടോയ്സ് അതൊക്കെ കണ്ടിട്ട് അത് വേണം അത് ഇത് എന്നൊക്കെ പറയുമായിരുന്നു. അമ്മായി പിന്നെ വേഗം ഷോക്കേസൊക്കെ തുറന്നായിരുന്നു. കുറേ ടോയ്സൊക്കെ അനിമൽസിൻ്റെ അതൊക്കെ എടുത്തിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതും കൊണ്ടായി യാദുക്കുട്ടൻ കളി. യാതൊരു പാട്ട് പാടുക. എങ്ങനെ യാതൊരു പാട്ട് പാടുക? യാതൊരു പാട്ട് പാടിയേ. ഓ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എല്ലാവരും കൂടെ അമ്മമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. ഷിതുമോളുണ്ടല്ലോ, ഷിതുക്കുട്ടി ഇതേപോലെ കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഞാൻ കുറേ എടുത്തുകൊണ്ട് നടന്നതാ. ഇപ്പോൾ അതേ എൻ്റെ മോനെ ഷിതുമോള് എടുത്തുകൊണ്ട് നടക്കുക. എന്താല്ലേ. അതേപോലെ ഷിതുവിനൊരു ചേട്ടനുണ്ട് അരോഷിനെ ഷിതുവിനേക്കാൾ കൂടുതൽ എടുത്തുകൊണ്ട് നടന്നതായിരുന്നു. അയ്യോ അമ്മേനെ കാണാനില്ല, ഷിതുവിനെ കാണാനില്ല. നമ്മളെല്ലാവരും കൂടി അല്ലേ നടക്കണത്. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ താത്തയോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ യാദുമോനെ ഒന്ന് ഉറക്കട്ടെ എന്ന് പറഞ്ഞു വന്നതാണ്. യാദുവിനെ ഉറക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ യാദുമോനുണ്ടോ ഉറങ്ങണോ, യാദുവിനാണെങ്കിൽ കളിക്കണം എന്നുള്ള ഒരു ഇതേ വിചാരമായിരുന്നു. പിന്നെ ഓക്കെ അവൻ്റെ ഇഷ്ടത്തിന് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ അവ ഒരേ കളിയായിരുന്നു. ഏതോ ഇങ്ങനെ ചാച്ചുറങ്ങ കുഞ്ഞു ചാച്ചുങ്ങ എങ്ങനെയാ? ആ ഇങ്ങനെയാണ് ചാച്ചുങ്ങ. പിന്നെ അവിടെ അമ്മമ്മ പായസം ഉണ്ടാക്കിയത് അത് യാദുക്കുട്ടന് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നു. എന്തൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് സ്പെഷ്യൽ പായസം? എന്ത് പായസം? ആ പിന്നെ കറി എന്താ? കറി സാമ്പാറുണ്ട്, പിന്നെ മീൻ വറുത്തത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അരോഷ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തി. വന്നുകൊണ്ട് യാദുക്കുട്ടനെ വേഗം എടുത്തു. യാദുക്കുട്ടനാണെങ്കിൽ മാമനെ കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അവർ കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലനുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, സാമ്പാർ, അച്ചാർ, പപ്പടം, ഫിഷ് ഫ്രൈ, പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ. ഇവിടെ ഇരുന്ന് കഴിക്കാത്തിൽ തന്നെ അമ്മമ്മയ്ക്ക് വീട്ടിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു ഹോട്ടൽ പോലെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുക. നമ്മളെല്ലാവരും കൂടി വന്നാലും ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കും കേട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മയുടെ ഹായ് പറയുമ്പോൾ ഉള്ള ചിരിയാണ്. ഹായ് കഴിക്കുക. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസം ഇലയിൽ തന്നെ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കേണ്ട ഒരാഗ്രഹം. ഞാൻ പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നന്നായി പൊടിച്ച് പായസമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് ഓരോന്ന് വർത്താനങ്ങളും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ യാദുക്കുട്ടനെയും അമ്മയും കാണാനില്ലേ. നോക്കിയപ്പോൾ ഉണ്ട് ദേ അവിടെ ഒരു കടയിൽ കുടം പിടിച്ച് നിൽക്കണു. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് അമ്പലത്തിൽ പോയപ്പോൾ ടോയ്സൊക്കെ കണ്ടു. യാദുവും വിചാരിച്ചു അതും ടോയാന്നുള്ള രീതിയിൽ അതൊക്കെ വേണമെന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് ഒരു ബസ് വരുന്നുണ്ടില്ല. ആ ബസ്സിൽ ഡ്രൈവർക്ക് നമ്മൾ അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വന്നതെന്നൊക്കെ വിശേഷം ചോദിച്ചു. എന്നിട്ട് പിന്നെ അങ്ങനെ പോയി. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അരോഷിനോട് പറയായിരുന്നു, നീ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നിന്നെ ഞാൻ എടുത്തതായിരുന്നു, ഇപ്പോൾ യാദുക്കുട്ടനെ നീ എടുത്തു, ഇപ്പോൾ എന്നെ അവൻ എടുക്കാറായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ അമ്മമ്മ ടാറ്റ, അമ്മ അരു ടാറ്റ, ഷിതു ടാറ്റ. അയ്യോ ഷിതു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് പാർക്ക് ചെയ്യണത്. കാരണം അച്ഛനില്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാനും ഉണ്ണി അമ്മയും കൂടി ഡ്രൈവ് ചെയ്ത് പോയത് കേട്ടോ. അല്ലെങ്കിൽ അച്ഛനുള്ളപ്പോൾ ഡ്രൈവ് ചെയ്യാറുണ്ട്, അച്ഛനില്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് പോയി. കുഴപ്പമില്ല, നമ്മൾ പോയി സേഫായി എത്തി. അത് കഴിഞ്ഞ് യാദുക്കുട്ടനാണെങ്കിൽ അവിടെ മെറ്റലിലിരുന്ന് ഒരേ കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് ഉണ്ണീനെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് യാദുക്കുട്ടനെ ഉറക്കി കേട്ടോ. കാരണം അവന് നല്ലപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേഗം പാൽ കൊടുത്ത് ഉറക്കി കഴിഞ്ഞപ്പോൾ വേഗം ഉറങ്ങുകയും ചെയ്തു കേട്ടോ. പിന്നെ അവനെ തൊട്ടിൽ കിടത്തിയിട്ട് ഞാനൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ. അത് കഴിഞ്ഞ് ഈവനിങ് ആയി നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് യാദുക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തിട്ട് യാദുക്കുട്ടിന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൗണിലേക്ക് വന്നതാണ്. പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നല്ല ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ആകുമ്പോഴേക്കും അവന് ദേഷ്യം വന്നു തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് കരയാനൊക്കെ തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി ഇരുന്ന് തന്നു. നല്ല അടിപൊളിയായി ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു അടുത്തുള്ള ഷോപ്പിൽ പോയി അവിൽ മിൽക്കും ഷേക്കൊക്കെ കഴിച്ച് നേരെ അങ്ങനെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ ചെയ്തത്. വീട്ടിൽ പോയി കുറച്ച് പണികളുണ്ടായിരുന്നു, അമ്മയ്ക്ക് അരി അരയ്ക്കാണ്ടായിരുന്നു. ഞാൻ ആ ഗ്യാപ്പിൽ യാദുക്കുട്ടിന് കൂളുണ്ടാക്കി നൈറ്റിനുള്ള കോവയ്ക്ക ഫ്രൈ ഒക്കെ ചെയ്തു. യാദുക്കുട്ടിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. അപ്പോൾ നമ്മുടെ ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ. പുതിയ വീഡിയോ എടുത്ത് കാണുന്നവരേക്കും ബൈ.